ഇന്ന് നമ്മൾ മൈസൂർ പാലസിൻ്റെ ഉള്ളിൽ കാണാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ പോലെ വീഡിയോ എടുക്കലും അതും ഇതും എല്ലാം ആയിട്ട് ഈ ഉള്ളിലേക്ക് കയറാനുള്ള സമയം കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിറ്റേ ദിവസത്തേക്ക് ആക്കിയതാണ്. പിന്നെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കയറിയപ്പോൾ ഞാൻ ഇതാണ് കഴിച്ചത്. ഇത് കഴിഞ്ഞ പ്രാവശ്യം, അതായത് കഴിഞ്ഞ ദിവസം ഞാൻ വന്നപ്പോൾ നെയ് റോസ്റ്റാണ് കഴിച്ചത്. പക്ഷേ ആ സമയത്ത് ഇതായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ വേറൊരു കളറായിരുന്നു കേട്ടോ റൈസിന്. അപ്പോൾ അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഈ പ്രാവശ്യം ഞാൻ അതാണ് വാങ്ങിയത്. പക്ഷേ അന്നത്തെ റൈസിനെക്കാട്ടിലും അടിപൊളിയായിരുന്നു റൈസ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അത്. അങ്ങനെ പിന്നെ നമ്മളിത് മൈസൂർ പാലസിൻ്റെ ഉള്ളിലേക്ക് വന്നതാണ്. അപ്പോൾ ശരിക്കും ഭയങ്കര ഒരു അത്ഭുതം തന്നെയാണ്. കാരണം അന്നത്തെ കാലത്തും ഇതേ രീതിയിൽ അത് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ശരിക്കും സമ്മതിച്ചു കൊടുക്കേണ്ടിയിരിക്കണം. കാരണം അതിൻ്റെ ഉള്ളിൽ ചൂടൊന്നും അറിയുന്നേ ഉണ്ടായിരുന്നില്ല. അത്രയും തണുപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ നമ്മുടെ വീഡിയോ കാണുന്നവരെ മലപ്പുറത്തുള്ളവരെ, മലപ്പുറമോ കോഴിക്കോടാണെന്ന് ഞാൻ കറക്റ്റ് ഓർക്കണില്ല, അവരെയൊക്കെ കണ്ടു അതിൻ്റെ ഉള്ളിൽ വെച്ച്. പിന്നെ ഈ ആഭരണം ഇട്ട് വയ്ക്കുന്ന പെട്ടിയൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ. പിന്നെ അവിടുത്തെ ഓരോ ഏരിയയും ഇങ്ങനെ കണ്ടു. അതായത് ഈ എന്താണ് മറ്റേ ഈ എന്താണ് ഗുസ്തി കൂടുന്ന സ്ഥലം, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ കണ്ടു കേട്ടോ. പിന്നെ അവിടുത്തെ പീരങ്ങി അങ്ങനത്തെ ഉള്ളതൊക്കെ കണ്ടു. അങ്ങനെ ഒരു 1/4 മണിക്കൂറിനുള്ളിൽ അത് കണ്ടു കഴിഞ്ഞിട്ട് ഇറങ്ങി. പിന്നെ നമ്മൾ നേരെ പോയത് പയാന മ്യൂസിയത്തിലേക്കാണ്. എനിക്ക് സത്യത്തിൽ മൈസൂർ വന്നിട്ട് സൂ ആയിക്കോട്ടെ, മൈസൂർ പാലസ് ആയിക്കോട്ടെ, നമ്മളങ്ങനെ 3-4 സ്ഥലം കവർ ചെയ്തല്ലോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു മ്യൂസിയം ആണ് കേട്ടോ. കാരണം നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. കാരണം ഈ വണ്ടികളുടെ ഒരു ഇതാണല്ലോ, ഈ വിൻറ്റേജ് കാറിൻ്റെ ഒരു വലിയ കളക്ഷൻ തന്നെ ഉണ്ട്. അതിൻ്റെ തന്നെ മ്യൂസിയം ആണ്. പിന്നെ ടയർ മുതൽ എന്താ പറയുക, കാളവണ്ടി മുതൽ കാറ് വരെ, അങ്ങനെ അത്രയും വലിയൊരു കളക്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അതും ഈ പഴയ ഈ ഇംഗ്ലീഷ് ഫിലിമിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള വണ്ടികൾ, പിന്നെ മിസ്റ്റർ ബീൻ്റെ കാർ, അങ്ങനെ കുറേ ഉണ്ട്. അപ്പം മൊത്തത്തിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ മ്യൂസിയത്തിൽ എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അഫിയൊക്കെ ആണെങ്കിൽ ഓരോ കാറിൻ്റെ ഫ്രണ്ടിൽ പോയി ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ നേരെ നാട് പിടിച്ചു വിട്ടു. അപ്പം പോകുന്ന വഴി തന്നെയാണ് ഗോൾഡൻ ടെമ്പിൾ വരുന്നത്. അപ്പോൾ അവിടെയും കൂടെ കയറാമെന്ന് ഓർത്ത്, എന്തായാലും വന്നതാണല്ലോ. അങ്ങനെ പിന്നെ ഗോൾഡൻ ടെമ്പിളിൽ കയറി അവിടെ നിന്ന് ചുറ്റും നടന്ന് കണ്ടു. പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറി പെട്ടെന്ന് തന്നെ ഇറങ്ങി കേട്ടോ. പിന്നെ എന്താണ് കുറച്ച് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തു. അതിനുശേഷം പിന്നെ നമ്മൾ അതിൻ്റെ പുറത്തുനിന്ന് തന്നെയാണ് ചായ ഒക്കെ കുടിച്ചത്. എന്നിട്ട് നഫിക്കൊരു ബാഗ് വാങ്ങിക്കാനുണ്ടായിരുന്നു. അവിടെ ഇഷ്ടം പോലെ സാധനങ്ങളൊക്കെ വിൽക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ചുമ്മാ ഒന്നും വാങ്ങിയൊന്നുമില്ലെങ്കിലും ചുമ്മാ ഒന്ന് കയറി കണ്ടു. പിന്നെ നഫിക്ക് ഈ പറഞ്ഞ പോലെ ഒരു ബാഗ് വാങ്ങിച്ചു. അതിനുശേഷം നമ്മൾ നേരെ നാട് പിടിച്ചു കേട്ടോ. പിന്നെ ഒരു 10:30 ആയപ്പോഴേക്കും വീട്ടിലേക്ക് എത്തി. മൊത്തത്തിൽ അടിപൊളിയായിട്ടുള്ള ഒരു ട്രിപ്പായിരുന്നു കേട്ടോ. എല്ലാവരും കൂടെ കൂടിയിട്ട് ഭയങ്കര ഒരു റിലീഫായിരുന്നു ഈ തിരക്കിനും ബഹളത്തിൻ്റെയൊക്കെ ഇടയ്ക്ക്. അതാണ് അതിന് കറക്റ്റായിട്ടുള്ള വേർഡ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ.